ഹലോ. അപ്പോഴേ ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാടിൻ്റെ തലനഗരമായിട്ടുള്ള ചെന്നൈയിലാണ്. ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ട്രെയിനിൽ കയറിയത്. വൈകുന്നേരം കയറിയ ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ ചെന്നൈ സെൻട്രലിലെത്തി. എല്ലാ ദിവസവും വൈകുന്നേരം 5:15 തിരുവനന്തപുരം നോർത്തിൽ നിന്നുമാണ് ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രെയിനിൻ്റെ നമ്പർ 12696 MGR ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് ആണ്. ഇത് തിരുവനന്തപുരം നോർത്ത്, അതായത് കൊച്ചുവേളിയിൽ നിന്നും ഇവിടം വരെ വരുന്നതിന് സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് 490 രൂപയാണ്. ഞാൻ ഈ ട്രെയിനിൽ കയറിയത് കൊല്ലത്ത് നിന്നുമാണ് കയറിയത്. കൊല്ലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം 6:20 6:20 എന്ന് വെച്ചാൽ 6:18 സ്റ്റാർട്ട് ചെയ്യുന്നത്. 6:18 സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോൾ സെൻട്രലിലെത്തും, ചെന്നൈ സെൻട്രലിലെത്തും. ഇന്നലെ നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴയായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു. വരുന്ന വഴിക്കെല്ലാം ഒരു രക്ഷയില്ലാത്ത മഴ. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ അഷ്ടമുടി കായലിലൂടെ വരുമ്പോൾ, പെരുന്നാട് കഴിഞ്ഞ് മണ്ടോത്തുരുത്തെല്ലാം വരുമ്പോൾ മഴ നനഞ്ഞ് മത്സ്യത്തൊഴിലാളികളെല്ലാം മീൻ പിടിച്ചിട്ടൊക്കെ നിൽക്കുന്നത് കാണാമായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രി യാത്ര ചെയ്ത് പിറ്റേ ദിവസം രാവിലെ, രാത്രി യാത്രയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പറിൽ നമുക്ക് സ്വസ്ഥമായി ഉറങ്ങി വരാം. അങ്ങനെ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ, സത്യത്തിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ. ബ്രോ ചെന്നൈയിലോട്ടേക്ക് വരുന്നെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചായിരുന്നു. അങ്ങനെ ആ ഒരു പുള്ളിയെ ഇവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്തു. അങ്ങനെ പുള്ളിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതിനോട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പുള്ളിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എന്തെങ്കിലും കഴിക്കണം. പുള്ളി എന്നെ കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുവാണ്. അപ്പോഴെന്തായാലും വീട്ടിൽ പോയി കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് ചെറിയൊരു കറക്കം. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ എല്ലാം വഴിയെ പറയാം. ഞാനിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഇവിടെ ആയിട്ട് നോക്കേ, സമൂസ, കുഞ്ഞു സമൂസ, ഓലപ്പടക്കത്തിൻ്റെ അത്രയുള്ള സമൂസ കണ്ടില്ലേ? ഒരു മുളകിൻ്റെ അത്ര പോലും ഇല്ല. കൊള്ളാം. ഇതിൻ്റെ കച്ചവടക്കാരെ ആരെയും കാണുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിലയൊക്കെ ചോദിക്കാമായിരുന്നു. എന്തായാലും റെയിൽവേ സ്റ്റേഷൻ കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി ബിൽഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കാണണം. ഇതും പിന്നെ ചെന്നൈ എഗ്മോറും നല്ല ഭംഗിയാണ്. പക്ഷേ ചെന്നൈ എഗ്മോറിന് ശരിക്കും ഒരു വ്യൂ ഇല്ല. കാര്യം ഫ്രണ്ടിൽ കുറേ മരങ്ങളൊക്കെ നിൽക്കുവാണ്. ഒരു ലോങ് വ്യൂ ഒന്നുമില്ല. സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കാണാൻ അടിപൊളി. രണ്ടും അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, മറ്റേതിന് കുറച്ച് മരങ്ങളെല്ലാം ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു വ്യൂ ഇല്ല. അങ്ങനെ എന്തായാലും ഈ കാണുന്നതാണ് സബർബൻ റെയിൽവേ സ്റ്റേഷൻ. അതായത് ചെന്നൈയിലെ പ്രാന്തപ്രദേശങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ലോക്കൽ ട്രെയിനുണ്ട്. ആ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്, സബർബൻ ട്രെയിൻ. അങ്ങനെ ഞാൻ മെട്രോ കയറിയിട്ട് എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്തായാലും റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരമെല്ലാം നല്ല നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയ ചെറിയ കനോപ്പയൊക്കെ വെച്ചിട്ട് ചെറിയ പന്തലുകൾ, ഇരിക്കാൻ വേണ്ടി, റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാൻ ഈ നടന്നു പോകുന്നതിൻ്റെ താഴെ കൂടെ മെട്രോ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കേ. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ അകമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലുലു മാൾ പോലെ തന്നെയാണ് കേട്ടോ. ഫുഡ് കോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ലുലു മാളിനകത്ത് ട്രെയിൻ വന്ന് നിന്നാൽ എങ്ങനെ ഇരിക്കും, അതേപോലെയാണ്. ട്രെയിൻ ഇവിടെ വന്ന് എൻഡ് ആവുകയാണ്, ഇവിടെ വന്ന് അവസാനിക്കുവാണ് ട്രാക്ക്. അത് ഞാൻ കഴിഞ്ഞൊരു ചെന്നൈ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം. എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ആയിട്ട് നോക്കേ, ഒരു റെയിൽ കോച്ച് റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട്. കണ്ടില്ലേ, ഒരു കോച്ച് എടുത്തിട്ട് അതിനുള്ളിൽ റെസ്റ്റോറൻറ്റ് പണിഞ്ഞിരിക്കുവാണ്. കണ്ടില്ലേ, ഈ കാണുന്നതാണ് ആ കോച്ച്. ബാംഗ്ലൂരും ഇതുണ്ടായിരുന്നു. കോയമ്പത്തൂർ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞോന്നറിയില്ല. ഞാൻ മുൻപ് കോയമ്പത്തൂർ പോയപ്പോഴേ ഇതിൻ്റെ വർക്ക് നടക്കുമായിരുന്നു, ഇതേപോലെ കോച്ച് റെസ്റ്റോറൻറ്റിൻ്റെ. എന്തായാലും അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ താഴേക്കാണ് മെട്രോയിലേക്ക് ഇറങ്ങുന്നതെന്ന്. ഇതാണ് മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അണ്ടർഗ്രൗണ്ട് മെട്രോയാണ്. ഈ സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങാം, ഇല്ലെങ്കിൽ എസ്കലേറ്ററും ഉണ്ട്. അങ്ങനെ നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുവാണ്. ഇപ്പോൾ രണ്ടാമത്തെ നില താഴേക്ക് ഇറങ്ങി. അതായത് 2 നില നമ്മൾ താഴേക്ക് ഇറങ്ങി. ഇനിയും നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. 5ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ മെട്രോ വരുന്നത്. അങ്ങനെ നമ്മൾ ഈ നടന്നു പോകുന്നതിന് മുകളിലൂടെ റോഡ് പോവുകയാണ്. കണ്ടില്ലേ, നമ്മൾ ഓരോരോ ഫ്ലോർ ഇറങ്ങുമ്പോഴും ഓരോ മെട്രോ വന്ന് നിൽക്കുന്നത്. ഒരു മെട്രോ ട്രെയിൻ വന്ന് നിൽക്കുവാണ് ഇവിടെ. നമുക്ക് പോവേണ്ടത് എയർപോർട്ട് ആൻഡ് വിൻകോ. അങ്ങനെ നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങുവാണ്. അണ്ടർഗ്രൗണ്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം എത്തിയിരിക്കുവാണ്. പ്ലാറ്റ്ഫോം നമ്പർ 5. നമുക്ക് ഗിണ്ടിയിലേക്കാണ് പോകേണ്ടത്. ഗിണ്ടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അങ്ങനെ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കയറാം.
ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് മെട്രോ സ്റ്റേഷനിൽ വന്ന് മെട്രോ ഇറങ്ങിയിരിക്കുവാണ്. ഞാൻ വന്നിറങ്ങിയ മെട്രോ ആണ് ഇത്. അങ്ങനെ ഞാൻ ഗിണ്ടി മെട്രോ സ്റ്റേഷന് പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഇത് എവിടെയായിട്ട് കണ്ടില്ലേ, ഒരു ബസ് കിടപ്പുണ്ട്. വേലച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ്. ഒരു കുഞ്ഞു ബസ്സാണ്. നോക്കേ, വളരെ ചെറിയ ബസ്. നല്ല രസമുണ്ട് ഈ ഒരു ബസ് കാണാനേ, കൊള്ളാലോ. ഇതാ കണ്ടില്ലേ, വീതി തീരെ കുറവാണ്, ചെറിയ ബസ്. അങ്ങനെ ഈ ഒരു മെട്രോ സ്റ്റേഷന് പുറത്തായിട്ട് തന്നെ ഗിണ്ടി ലോക്കൽ ട്രെയിൻ വരുന്ന ആ ഒരു സ്റ്റേഷനുമുണ്ട്. സബർബൻ ട്രെയിൻ ഉണ്ടല്ലോ, ആ ട്രെയിൻ വരുന്ന സ്റ്റേഷനാണ് ഈ കാണുന്നത്. പുറത്തായിട്ട് കണ്ടില്ലേ, തണ്ണിമത്തനും അങ്ങനത്തെ പലതരം കച്ചവടങ്ങളുണ്ട്. എവിടെയായിട്ട് കണ്ടില്ലേ, തേങ്ങയുടെ നൊങ്കെല്ലാം കച്ചവടം ചെയ്യുന്നത്, കിളിർപ്പെല്ലാം ഇരിക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബർ ബ്രോയുമായിട്ട് ബൈക്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പുള്ളിക്കാരൻ ക്യാമറയുടെ മുമ്പിൽ വരാൻ തീരെ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. അപ്പോഴെന്തായാലും നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കത്തിപ്പാറ ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞൊരു ഫ്ലൈ ഓവർ ഉണ്ട്. ഈ കാണുന്നതാണ് കത്തിപ്പാറ ഫ്ലൈ ഓവർ. ഒരുവിധപ്പെട്ട എല്ലാ തമിഴ് സിനിമകളിലും, അതായത് ചെന്നൈ എന്ന് പറഞ്ഞ് കാണിക്കുന്ന തമിഴ് സിനിമകളിലെല്ലാം ഈ ഒരു കത്തിപ്പാറ ഫ്ലൈ ഓവർ കാണിക്കുന്നുണ്ട്. ഒരു പാലത്തിന് മുകളിലൂടെ വേറൊരു പാലം, അതിന് മുകളിലൂടെ വേറൊന്ന്, അങ്ങനെ കുറേ അധികം പാലങ്ങളുണ്ട് ഇവിടെ. ഇതാ കണ്ടില്ലേ, ഇവിടെ പുതുതായിട്ട് മെട്രോ കണക്ഷനിലെല്ലാം വരുവാണ്. അതിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കത്തിപ്പാറ ഫ്ലൈ ഓവറിന് താഴെ കൂടെയാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ പാലങ്ങൾ കൂട്ടിമുട്ടാൻ പോവുക. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അണ്ണാ യൂണിവേഴ്സിറ്റിക്ക് അടുത്തുകൂടെയാണ്. ഈ കാണുന്നതെല്ലാം അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിങ്ങുകളാണ്. അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ കവാടം. ഈ കാണുന്നില്ലേ, ഈ കാണുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷന്റെ പുറത്തുള്ള മതിലില് വലിയൊരു ആർട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് തമിഴ് സിനിമകളിലെ ഒട്ടുമിക്ക സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഇന്ദിരാനഗർ എന്നാണ് സ്റ്റേഷന്റെ പേര്. ചെന്നൈ ആസ്പദമാക്കി എടുക്കുന്ന സിനിമകളിലെല്ലാം ഈ ഒരു സ്ഥലം കാണിക്കാറുണ്ട്. വലിയൊരു ആർട്ട് വർക്കാണ് കേട്ടോ, വലിയൊരു പെയിന്റിങ്. ഈ കാണുന്നത് താജ് ഹോട്ടലാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതകൾക്ക് വേണ്ടി തുടങ്ങിയ അതായത് സ്റ്റാഫുകൾ എല്ലാവരും വനിതകളാണ്. പിന്നെ ഈ ഇടയായിട്ട് ഒരു 10% പുരുഷന്മാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുരുഷന്മാർ വേണ്ട സ്ഥാനത്ത് പുരുഷന്മാർ വേണം എന്നുള്ളത് കൊണ്ട് ആ ഒരു 10% പുരുഷന്മാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോഴങ്ങനത്തെ ഒരു താജ് ഹോട്ടലാണ് ഈ കടന്നു പോയത്. ഇപ്പോൾ വന്നിട്ട് ഒരു സിഗ്നലിൽ നിൽക്കുവാണ്. ഈ കാണുന്നില്ലേ, ഈ പന്തൽ പോലെ കെട്ടിയിരിക്കുന്നത്. ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ, ഇതിൽ വെയിൽ സീസൺ ആകുമ്പോൾ, സമ്മർ സീസൺ ആകുമ്പോൾ ഇതിൽ ഒരു പച്ച ഷീറ്റ് വിരിക്കും. അതായത് ഈ ആന്തൂറിയം എല്ലാം കൃഷി ചെയ്യുമല്ലോ, അപ്പോഴൊരു പച്ച ഷീറ്റ് വിരിക്കില്ലേ, അതേപോലത്തെ ഒരു പച്ച ഷീറ്റ് ഇതിന് മുകളിലായിട്ട് വിരിക്കും, ചൂടിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും വെയിലില്ലാത്ത സീസൺ ആയതുകൊണ്ട് അതില്ല. അപ്പോഴതിനു വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്ന ഈ ഒരു സംഭവം. പ്രധാനപ്പെട്ട സിഗ്നലുകളിലെല്ലാം ഇത് ഉണ്ട്. അങ്ങനെ ഞാൻ ശ്രീജേഷ് ബ്രോയുടെ വീടെത്തിയിരിക്കുവാണ്. തമിഴ്നാട്ടിലെ ചെന്നൈയിലുള്ള ശ്രീജേഷ് ബ്രോയുടെ വീട്. എന്തായാലും അകത്തോട്ട് കയറാം. ഇതാ കണ്ടില്ലേ, ഇത് നമ്മുടെ ശ്രീജേഷ് ബ്രോയുടെ 2 കുട്ടികളാണ്. പേര് പറ. വാസുകി എന്നാ പേര്. മാധവ്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ഒരാൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡും ഒരാൾ സെക്കൻഡ് സ്റ്റാൻഡേർഡും. എന്തായാലും നമ്മൾക്ക് ഫുഡ് കഴിക്കാൻ സമയമായി. കഴിക്കാം. അങ്ങനെ 2 പേരും അവിടെ ഇരുന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനും ഇവിടെ ഇരിക്കാം. അങ്ങനെ ബീഫ് ബിരിയാണിയും ചിക്കൻ കറിയും റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതാ കണ്ടില്ലേ, പുഴുങ്ങിയ മുട്ടയെല്ലാം ഉണ്ട്. എന്തായാലും നമുക്ക് കഴിക്കാം. ശ്രീജേഷ് ബ്രോയുടെ കുട്ടികളും കഴിക്കുവാണ്. ഹോം മെയ്ഡ് ബിരിയാണിയാണ്. കൊള്ളാം കേട്ടോ, ബിരിയാണി കൊള്ളാം. അങ്ങനെ ഞാൻ ഉച്ചക്കത്തെ ബിരിയാണി എല്ലാം കഴിച്ചു പോവുകയാണ് കേട്ടോ. മാധവ് പോട്ടെ, ടാറ്റ. വാസുദി എനിക്ക് ഹെൽമെറ്റൊക്കെ തന്നെ കേട്ടോ. പോട്ടെ വാസുദി, വരണം കേട്ടോ നാട്ടിൽ. എൻ്റെ വീട്ടിൽ വരുന്നില്ലേ? ശരി. ഫുഡ് കഴിച്ച നമ്മുടെ ബ്രോയുടെ വീട്
പാലവാക്കത്തായിരുന്നു. പാലവാക്കത്ത് നിന്നും വേളച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ്. ഇതാ കണ്ടില്ലേ, വലിയൊരു ബിൽഡിങ്. ഇത് വേൾഡ് ട്രേഡ് സെൻ്ററാണ്. ഇതിൽ 29 നിലയുണ്ട്. അതിൽ 27 നിലയും ആമസോണിൻ്റെ ഓഫീസാണ്. എന്തായാലും വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അങ്ങനെ ഞാനിപ്പോൾ വേലച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കുവാണ്. ഈ വേലച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഒരു ലോക്കൽ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ലോക്കലി അതിനെ പറയുന്നത് പറക്കും ട്രെയിൻ എന്നാണ്. അങ്ങനെ പറക്കും ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പോകും. അതുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ അതിനെ പറക്കും ട്രെയിൻ എന്നാണ് പറയുന്നത്. അപ്പോഴതിന് മുകളിലൂടെ പോകുമ്പോൾ താഴെയായിട്ട് സിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാം. അതുകൊണ്ടായിരിക്കാം അവരെങ്ങനെ പറക്കും ട്രെയിൻ എന്ന് പറയുന്നത്, മുകളിൽ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ വേലച്ചേരിക്ക് വേലച്ചേരി എന്ന് പറയാൻ ഉള്ളൊരു കാര്യം, ഈ പേര് വന്നതിനുള്ള കാര്യം എന്ന് വെച്ചാൽ മുൻപ് ഇവിടെ കൂലിപ്പണിക്കായിട്ട് ആൾക്കാർ വന്ന് തങ്ങിയിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതായത് കൂലിപ്പണികൾക്ക് ആളെ ആവശ്യമുണ്ടെങ്കിൽ ഈ വേലച്ചേരിയിൽ വന്നിട്ട് ആൾക്കാരെ കൊണ്ടുപോകുമായിരുന്നു, വലിയ വലിയ കോൺട്രാക്ടേഴ്സ്. അങ്ങനെ കൂലിപ്പണിക്കാർ വേല ചെയ്യുന്നവർ ഒരുപാട് താമസിച്ചിരുന്നൊരു സ്ഥലമാണ് ഈ വേലച്ചേരി. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് വേലച്ചേരി എന്ന് പേര് വന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വേലച്ചേരി എന്ന് പറയുന്നത് ബസ് റിവേഴ്സ് എടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, വേലച്ചേരി കുറച്ച് താഴ്ന്ന സ്ഥലമാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ ഒരു മാപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഈ താഴ്ന്ന പ്രദേശം, അതായത് വയൽ അതേപോലത്തെയൊക്കെ ഉള്ളൊരു സ്ഥലങ്ങൾക്ക് നീല കളറിൽ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു നീല കളർ മാപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലങ്ങളിൽ ബിൽഡിങ്ങുകളോ വീടുകളോ ഒന്നും പാടില്ല. അപ്പോൾ അതുപോലെ നീല കളറിൽ മാർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഈ വേലച്ചേരി. പക്ഷേ ഇപ്പോൾ ചെന്നൈയിൽ അതേപോലെ നീല കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പല പല സ്ഥലങ്ങളിലും ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും എല്ലാമാണ്. ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലവും നീല കളറിൽ മാർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോഴെന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് വേലച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ UTS വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ഇവിടെ നിന്നും വേലച്ചേരി എന്ന് പറഞ്ഞ സ്ഥലം മുതൽ ബീച്ച് സ്റ്റേഷൻ വരെ പോകുന്നതിന് ടിക്കറ്റ് ചാർജ് 10 രൂപയാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റ് സ്റ്റേഡിയം ഒക്കെ ഉണ്ട്, ക്രിക്കറ്റ് സ്റ്റേഡിയം, അതൊക്കെ ഒന്ന് കാണാമെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. അങ്ങനെ ഞാൻ ലോക്കൽ ട്രെയിൻ എടുത്ത് വന്നിരിക്കുവാണ്, പറക്കും റെയിലിനടുത്ത് വന്നിരിക്കുവാണ്. ഇതിൽ നമ്മൾ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്, 10 രൂപ. അങ്ങനെ ഞാൻ ട്രെയിനകത്തേക്ക് കയറിയിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല, ഇരുട്ടാണ്. ഒരു വലിയൊരു റൂഫിനകത്തായിട്ടാണ് ട്രെയിൻ നിൽക്കുന്നത്. എന്തായാലും വണ്ടി വിടട്ടെ. ഇതാ കണ്ടില്ലേ, അപ്പുറത്തായിട്ട് വേറൊരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഈ ഒരു ലോക്കൽ ട്രെയിനിൻ്റെ സ്റ്റാർട്ടിംഗ് ഉള്ളത് കേട്ടോ. ഇതെവിടെയായിട്ട് വേലച്ചേരി ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ട്രാക്ക് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഡിസംബർ ആകുമ്പോൾ അതിൻ്റെ ഇനാഗുറേഷൻ ഉണ്ടെന്നാണ് അറിഞ്ഞത്. നിലവിൽ ഇപ്പോൾ വേലച്ചേരി മുതലാണ് പോകുന്നത്. എന്തായാലും നമ്മുടെ വണ്ടി ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യും. ഇതുപോലത്തെ ട്രെയിനുകൾ നമ്മൾ ഒരുപാട് തമിഴ് പാട്ടുകളിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. ഒരു സൗണ്ട് കേട്ടു. സമയം 14:12, അതായത് ഉച്ചയ്ക്ക് 2:12. ഇതാ കണ്ടില്ലേ, നമ്മളെ പോലത്തെ വേറൊരു ലോക്കൽ ട്രെയിൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെയായിട്ട് ലോക്കോ ഷെഡാണ്, കണ്ടില്ലേ. എന്തായാലും അതിൻ്റെ തല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കണ്ട ആ ഒരു വലിയ വലിയ ബിൽഡിങ്ങുകളെല്ലാമാണ് ദൂരെയായിട്ട് കാണുന്നത്. കണ്ടില്ലേ, വലിയ വലിയ ബിൽഡിങ്ങുകൾ. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ അടുത്ത സ്റ്റേഷൻ എത്തി കേട്ടോ. ഈ സ്റ്റേഷൻ്റെ പേരാണ് പെരുങ്കുടി. പെരുങ്കുടി എന്ന് പറഞ്ഞ സ്റ്റേഷൻ എത്തിയിരിക്കുവാണ്. ഇതും മുകളിൽ റൂഫെല്ലാം ചെയ്തിരിക്കുന്ന സ്റ്റേഷനാണ്. ഇതാ കണ്ടില്ലേ, വേറൊരു ലോക്കൽ ട്രെയിൻ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോഴാ കണ്ടില്ലേ, കുറച്ചധികം വീടുകളും ഫ്ലാറ്റുകളും എല്ലാം ഉള്ളൊരു സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതവിടെയായിട്ട് നോക്കിയാൽ കന്നുകാലികളെല്ലാം മേഞ്ഞോട് നിൽക്കുന്നത് കാണാം. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം അല്ലേ, വലിയൊരു ഗ്രൗണ്ടൊക്കെയാണ്. അടുത്ത സ്റ്റേഷനും എത്തി, തരമണി എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്ന ട്രെയിനിന് പറക്കും റെയിൽ എന്ന് പേര് വരാൻ കാരണം ഇതാണ്. നമ്മളിപ്പോൾ കുറച്ച് ഹൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയായിട്ട് നോക്കേ, വലിയ വലിയ ബിൽഡിങ്ങുകളെല്ലാം കാണാം. ഇതാ കണ്ടില്ലേ, താഴെയായിട്ട് റോഡുകൾ. നമ്മൾ പോകുന്നത് ആ റോഡിന് മുകളിലൂടെയാണ്.
അതാണ് നമ്മൾ ഈ ട്രെയിൻ, അതുകൊണ്ടാണ് ഇതിനെ പറക്കും റെയിൽ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാലോ, നല്ല നീറ്റായിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക, കണ്ടില്ലേ? വലിയ ഫ്ലാറ്റോ ബിൽഡിങ്ങോ എന്തൊക്കെയോ വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, വേറെയും ഫ്ലൈ ഓവറുകളെല്ലാം പോകുന്നത്. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും പറക്കും ട്രെയിൻ ആയത്. നമ്മൾ ഒരുപാട് ഉയരെയാണ്, താഴെയായിട്ട് വണ്ടികളെല്ലാം പോകുന്നതൊക്കെ. അടുത്ത സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറിയിരിക്കുവാണ്. അങ്ങനെ നമ്മളിപ്പോൾ കയറിയ സ്റ്റേഷൻ്റെ പേരാണ് തിരുവാൻമിയൂർ. തിരുവാൻമിയൂർ. ആ സ്റ്റേഷൻ കഴിയുമ്പോഴേ കണ്ടില്ലേ, നല്ല അടിപൊളി കിടിലം ബിൽഡിങ്ങുകളെല്ലാം കാണാം. ഇതാ ഒരു ഫ്ലൈ ഓവർ കണ്ടില്ലേ, ഫുട്പാത്ത് ബ്രിഡ്ജാണത്. അങ്ങനത്തെ അടിപൊളി അടിപൊളി കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നിലേക്ക് യാത്ര ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഇതും ഒരു ഫുട്പാത്ത് ബ്രിഡ്ജാണ്. അടുത്ത സ്റ്റേഷൻ എത്തിയിരിക്കുവാണ്. സ്റ്റേഷനൊക്കെ ചടപടയെന്ന് എത്തും കേട്ടോ. ഇന്ദിരാനഗർ. അങ്ങനെ നമ്മൾ ഇപ്പോൾ കയറിയ ഇന്ദിരാനഗർ സ്റ്റേഷനിലായിരുന്നു. അതിന് പുറത്തായിട്ട് വലിയ പെയിന്റിംഗ് ഉണ്ടായിരുന്നത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് കണ്ടായിരുന്നല്ലോ. എന്തായാലും ഫ്ലൈ ഓവറുകളെല്ലാം ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളൊക്കെ ആ ഒരു മരത്തിനേക്കാൾ ഹൈറ്റിനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പറക്കും റെയിലിലൂടെ. ഇവിടെ കേട്ട് എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സ്റ്റേഷൻ എത്തി. ചെക്ക് പോക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ വന്നിരിക്കുവാണ്. ഇതിനടുത്തായിട്ടാണ് ചെക്ക് പോക്ക് സ്റ്റേഡിയം ഉള്ളത്. ഇതാ കണ്ടില്ലേ, നല്ല അടുത്ത് കാണാം, നല്ല വ്യൂ ആയിട്ട് കാണാം. ഇവിടെ വെച്ച് IPL ഒക്കെ നടക്കുമ്പോൾ ഭയങ്കര ഓളമാണെന്നാണ് അറിയുന്നത്. ഫുള്ളൊരു മഞ്ഞമയമായിരിക്കുമെന്ന്. ചെന്നൈ സൂപ്പർ കിങ്സ്. അങ്ങനെ ഇപ്പോൾ പാർക്ക് ടൗൺ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ എത്തിയിരിക്കുവാണ്. ഇവിടെ നിന്നാണ് ചെന്നൈ സെൻട്രലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെല്ലാം ഇറങ്ങുന്നത്. ഞാനിവിടെ ഇറങ്ങുന്നില്ല, എൻ്റെ കൂടെ വന്ന ബ്രോ ശ്രീജേഷ് ബ്രോ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ പാർക്ക് ടൗൺ എന്ന് പറയുന്നത് ചെന്നൈ സെൻട്രലിനോട് ചേർന്നുള്ളൊരു സ്റ്റേഷനാണ്, ലോക്കൽ സ്റ്റേഷനാണ്. അതുകൊണ്ടാണ് ഇതാ നോക്കെ ഇത്രയും ട്രാക്കുകൾ കണ്ടില്ലേ, ഒരുപാട് ട്രാക്കുകളുണ്ട്. ഇതാ കണ്ടില്ലേ, നമുക്ക് സമാന്തരമായിട്ട് വേറെയും ലോക്കൽ ട്രെയിൻ പോകുന്നത്, ഒരേ ദിശയിൽ 2 ട്രെയിനുകൾ പോകുന്നത്. ഇതങ്ങനെ എപ്പോഴും കാണാൻ കിട്ടില്ല. കംപ്ലീറ്റ് പരസ്യമാണ് കേട്ടോ. കോച്ചിൽ കംപ്ലീറ്റ് ആയിട്ടും പരസ്യങ്ങളാണ്. ഈ കാണുന്നത് മദ്രാസ് ഹൈക്കോടതിയാണ്. 150 വർഷം പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആർച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മദ്രാസ് ഹൈക്കോടതിയും കണ്ടു. ഇതാ കണ്ടില്ലേ, ചുമന്ന പെയിന്റിങ് മതിൽ. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനും മദ്രാസ് ഹൈക്കോർട്ടും എല്ലാം ഈ ഒരു ടൈപ്പ് ചുമന്ന പെയിന്റിംഗ് ആണ്. രാമേശ്വരത്തെല്ലാം കാണുന്നത് പോലത്തെ ഒരു പാലത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു പാലം, അത്രയും വലുതൊന്നുമല്ല, ചെറിയൊരു പാലം. എന്തായാലും ആ ഒരു ഹൈക്കോർട്ട് ബിൽഡിംഗ് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നോക്കേ, പഴയ നിർമ്മിതികൾ എന്തായാലും കാണാൻ കൊള്ളാം അല്ലേ. ദൈ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് കാണുന്നത് ചെന്നൈ പോർട്ട് അതോറിറ്റി. അതിൻ്റെ വലിയൊരു ആർച്ചൊക്കെ കാണുന്നുണ്ട്. ഇൻ ആൻഡ് ഔട്ട് എല്ലാം വെച്ചിട്ടുണ്ട് ബോർഡിൽ. ഗേറ്റ് നമ്പർ 7. ഇതെവിടെ ആയിട്ട് നോക്കേ, ഇലക്ട്രിക് വേലികൾ ആണോ അത്? അങ്ങനെ ഈ ട്രെയിനിൻ്റെ അവസാനത്തെ സ്റ്റോപ്പായ ചെന്നൈ ബീച്ചിലെത്തിയിരിക്കുവാണ്. ചെന്നൈ ബീച്ച് സ്റ്റേഷൻ. അങ്ങനെ ഞാൻ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും എന്താ ട്രെയിനിൽ നിന്നും ഇറങ്ങി ഇവിടെയായിട്ട് വേറൊരു ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട്. ഈ ട്രെയിൻ അകത്തൂടെ കയറി അപ്പുറത്തേക്ക് പോകും, മനസ്സിലായില്ലേ? അതായത് ഈ ട്രെയിൻ അകത്തൂടെ കയറി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകും. ചെന്നൈ ബീച്ച് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോഴേ കണ്ടില്ലേ, ഇവിടെയായിട്ട് വലിയ വലിയ കണ്ടെയ്നറുകളെല്ലാം നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. ഇതെവിടെയായിട്ട് കണ്ടില്ലേ, ഷിപ്പെല്ലാം വരുന്ന ആ ഒരു കണ്ടെയ്നറിൻ്റെ ഭാഗമെല്ലാം കാണാം. എന്തായാലും നമുക്ക് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങാം.
അങ്ങനെ സ്റ്റേഷനിൽ നിന്നും വേറൊരു ഭാഗത്തേക്ക് നോക്കുമ്പോഴേ കണ്ടില്ലേ, ഈ കാണുന്നത് ചെന്നൈ പോസ്റ്റ് ഓഫീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും ഹൈക്കോടതിയും എല്ലാം ഈ ഒരു പെയിൻറ്റിംഗ് ആണെന്ന്. ഏകദേശം അതേപോലൊരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അങ്ങനെ ഞാൻ ചെന്നൈ ബീച്ച് സ്റ്റേഷന് പുറത്തേക്ക് വന്നിരിക്കുവാണ്. പിന്നെ എനിക്ക് മനസ്സിൽ തട്ടിയ ഒരു കാര്യം ഞാൻ പറയുവാണ്. വലിയ കാര്യമൊന്നുമില്ല. സത്യത്തിൽ ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോഴും 2 കൊച്ചു പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിൽ നിന്നും എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ഭയങ്കര മഴയായിരുന്നു, എങ്ങും കയറാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് ഇറങ്ങിയപ്പോൾ, ഈ ചെന്നൈയിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്നെ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് വീട്ടിലോട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് ആ കൊച്ചു പിള്ളേർക്ക് വേണ്ടി ഒന്നും വാങ്ങാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം മനസ്സിലുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് വേറെയും കുറച്ച് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും വീഡിയോയിൽ കാണിച്ചതൊന്നുമില്ല. പെട്ടെന്ന് സ്റ്റേഷനുകൾ വരും, അടുത്തടുത്താണ് സ്റ്റേഷനുകൾ. അപ്പോഴെല്ലാം ഒന്നും വീഡിയോയിൽ കാണിക്കാനൊന്നും പറ്റിയില്ല. അപ്പോഴെന്തായാലും ഞാനിപ്പോൾ വന്നിറങ്ങിയിരിക്കുന്ന ഈ ഒരു ബീച്ച് സ്റ്റേഷന് പുറത്തായിട്ട്, ചെന്നൈ ബീച്ച് സ്റ്റേഷന് പുറത്തായിട്ട് ബർമ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റാണ്. കുറേ കടകളുള്ളൊരു സ്ട്രീറ്റാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പ്രധാനമായിട്ട് പറയാം, ഈ ചെന്നൈ ബീച്ച് എന്ന് പറഞ്ഞ സ്റ്റേഷനിലല്ല മറീന ബീച്ച് ഉള്ളത്. ഒരുവിധപ്പെട്ട എല്ലാവരും വിചാരിക്കും, എന്ന് വെച്ചാൽ ഈ ചെന്നൈയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരാൾ ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ വിചാരിക്കും ചെന്നൈ ബീച്ച് എന്ന് പറഞ്ഞ സ്റ്റേഷനടുത്തായിരിക്കും മറീന ബീച്ച് ഉള്ളതെന്ന്. പക്ഷേ അങ്ങനല്ല. മറീന ബീച്ച് ഉള്ളത് ട്രിപ്ലിക്കൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പിന്നെ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്. അപ്പോൾ ഈ 2 സ്റ്റേഷനിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ മറീന ബീച്ചിലേക്ക് പോകാൻ എളുപ്പമാണ്. മറീന ബീച്ചിൻ്റെ ഒരു ഭാഗം തുടങ്ങുന്നത് ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേഷൻ്റെ അടുത്തു നിന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞ ട്രിപ്ലിക്കൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേഷൻ, ട്രിപ്ലിക്കൻ, അത് പക്ഷേ എഴുതുമ്പോൾ വേറെ രീതിയിലാണ്. തിരുവള്ളിക്കേനി എന്നാണ് എഴുതുന്നത്. ഇംഗ്ലീഷിൽ എഴുതുന്നത് തിരുവള്ളിക്കേനി, അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോഴാ ഒരു സ്റ്റേഷനടുത്തും മറീന ബീച്ച് വരും. അപ്പോഴവിടെയാണ് മറീന ബീച്ച്. ഓർത്തുകൊള്ളുക, നിങ്ങൾ എപ്പോഴെങ്കിലും ചെന്നൈയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ചെന്നൈ ബീച്ചിനടുത്തല്ല ചെന്നൈ മറീന ബീച്ച് ഉള്ളത്. അപ്പോഴെന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു ചെന്നൈ ബീച്ച് സ്റ്റേഷനടുത്തായിട്ടുള്ള ബർമ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുറേ കൊച്ചു കടകളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കൊള്ളാലോ. കടയുടെ പേര് റോളക്സ് അബു. ഇതാ കണ്ടില്ലേ, വരിയായിട്ട് കുറേ കുഞ്ഞു കടകളുണ്ട്. കൂടുതലും മൊബൈലിൻ്റെ പൗച്ചും ബാക്ക് പൗച്ചും ഇതാ കണ്ടില്ലേ, അതേപോലത്തെ ഓരോരോ സംഗതികൾ കച്ചവടം ചെയ്യുന്ന കടകൾ ഒരുപാടുണ്ട്. ഇതെവിടെ ബ്രോ ഇതൊക്കെ പ്രൈസ്? 80. 80, 80 രൂപ, 50 രൂപ, അങ്ങനെ പല വിലയ്ക്കുണ്ടെന്നാണ് പറഞ്ഞത്. കംപ്ലീറ്റ് ആയിട്ടും അതേപോലെയുള്ള കടകളാണ്. അത് ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ കൊച്ചു സീലിംഗ് ഫാനുകൾ ഇട്ടിരിക്കുന്നത്. എല്ലാ കടകളുടെയും ഫ്രണ്ടിൽ അതേപോലെയുള്ള ചെറിയ സീലിംഗ് ഫാനുകളുണ്ട്, കാറ്റ് കൊണ്ട് നടക്കാം. വരിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടും കടകളാണ്. ഇത് ഈ ലീഫിൻ്റെ ഡിസൈൻ കൊള്ളാമല്ലോ, ചെറിയ ടേബിൾ ഫാനെല്ലാം ഉള്ള പോലത്തെ ലീഫല്ലേ. സത്യത്തിൽ നല്ല ചൂടുണ്ടെങ്കിലും ഇത്രയും ഫാനുകൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് കൊണ്ടേ നമുക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു എയർ സർക്കുലേഷനുണ്ട്. ഇതാ കണ്ടില്ലേ, കൊച്ചു ഷട്ടറുകളാണ്. ഇതാ നോക്കിയാൽ ഒരു കടയുടെ വീതി ഒരു 4 അടി വീതിയേ കാണുള്ളൂ ഒരു കടയ്ക്ക്. എവിടെയായിട്ട് നോക്കി നോക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിനകത്തൂടെ ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക രസമുണ്ട്. പലതരം കച്ചവടങ്ങളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടക്കാം. ഞാൻ പറഞ്ഞില്ലേ, ചെന്നൈ ബീച്ച് സ്റ്റേഷനിൽ നിന്ന് നോക്കുമ്പോൾ ചെന്നൈ പോസ്റ്റ് ഓഫീസ് കാണാമെന്ന്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് ചെന്നൈ പോസ്റ്റ് ഓഫീസ്. ചെന്നൈയുടെ പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡാണ് 600001. ഫാൻസി നമ്പറാണല്ലോ. അപ്പോൾ ഈ ബിൽഡിങ്ങാണ് നമ്മൾ ആ ഒരു റെയിൽവേ സ്റ്റേഷനകത്ത് നിന്നും കാണുന്നത്. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. അങ്ങനെ ഞാൻ ബർമ ബസാറിലൂടെ നടന്നിട്ട് ചെന്നൈ ബീച്ച് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, നല്ല ഭാരമുണ്ട് ബാഗിനെ, ഈ ബാഗ് കൊണ്ട് എവിടെയെങ്കിലും റൂം എടുത്തിട്ട് റൂമിൽ വെച്ചിട്ട് മറീന ബീച്ചിൻ്റെ ഭാഗത്തേക്കൊന്ന് ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ റൂം എടുത്തില്ലെങ്കിലും ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ക്ലോക്ക് റൂം കാണും. ക്ലോക്ക് റൂമിൽ ബാഗ് വയ്ക്കാനുള്ള സംവിധാനം കാണും. അപ്പോഴവിടെ കൊണ്ട് വെച്ചിട്ട് പോകാനും ഒരു പ്ലാനുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോകാം. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 10 രൂപ എങ്ങനെ ആവത്തുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ചെന്നൈ എഗ്മോറേക്ക് പോകാം. എന്നിട്ട് അവിടെ പോയി ബാഗ് വെക്കാം. ഇല്ലെങ്കിൽ ചെന്നൈ എഗ്മോറിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു ലോഡ്ജിൽ റൂം എടുക്കാം. എന്തായാലും ഈ ഒരു വെയിറ്റും പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു ചെന്നൈ മറീന ബീച്ചൊന്നും കംപ്ലീറ്റ് ആയിട്ട് മൊത്തം നടക്കാനൊന്നും പറ്റില്ല. ഞാൻ മറീന ബീച്ചെന്ന് പറഞ്ഞത് ഞാൻ ചിലപ്പോഴേ അങ്ങോട്ട് പോകാൻ സാധ്യതയുള്ളൂ. എന്തായാലും നോക്കട്ടെ, ബാഗ് ഒരിടത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യം ആലോചിക്കാം. അങ്ങനെ ഞാൻ എഗ്മോറേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 5 രൂപയാണ് ടിക്കറ്റ് ചാർജ്.
അങ്ങനെ ഞാൻ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്ന് ട്രെയിൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ മരങ്ങളൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു വ്യൂ ഇല്ലെന്ന്. അപ്പോഴതാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലമാണ് ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡ്. ഞാനിപ്പോൾ എൻ്റെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ചെന്നൈ മറീന ബീച്ചിന് അങ്ങോട്ടേക്കെല്ലാം പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് IRCTCയിൽ വെറുതെ ഒന്ന് നോക്കി ടിക്കറ്റ് അവൈലബിലിറ്റി. അതായത് ഞാനിവിടെ നിന്ന് വിശാഖപട്ടണത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് നോക്കിയപ്പോൾ ഇവിടെ നിന്നിട്ടും, അതായത് ഇവിടെ നിന്ന് പെരമ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പേരാമ്പൂർ എന്നാണോ കൃത്യമായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ എന്നറിയില്ല. എന്തായാലും പെരമ്പൂർ എന്ന് പറയാം. അപ്പോൾ പെരമ്പൂരിൽ നിന്നും വിശാഖപട്ടണത്തേക്ക് നോക്കിയപ്പോൾ ദുവ്വട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ദുവ്വട, അതായത് വിശാഖപട്ടണത്തിൽ നിന്നും 11 കിലോമീറ്റർ മാറിയാണ് ദുവ്വട. അങ്ങോട്ടേക്ക് ട്രെയിൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു ടിക്കറ്റ് വേക്കൻസി ഉണ്ടായിരുന്നു. അങ്ങനെ 425 രൂപയാണ് സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ്. 7:50 ഈ പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ദുവടയ്ക്കുള്ള ട്രെയിൻ ഉള്ളത്. രാത്രി 7:50 പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ദുവടയിലെത്തും. അങ്ങോട്ടേക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ. ചിലപ്പോൾ ഞാൻ ദുവട വരെ പോവില്ല. കാര്യം 12 മണി വരെ ട്രെയിനകത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു 10 മണി 9:30 ആ ഒരു സമയത്ത് ട്രെയിൻ എവിടെ എത്തുന്നോ അവിടെ ഇറങ്ങണം. അവിടെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് തുടർന്ന് യാത്ര ചെയ്യാം. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഈ പെരമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ആയിട്ടുള്ള വേറൊരു ചെന്നൈയുടെ തൊട്ട് മുന്നേ ആയിട്ടുള്ള, അതായത് ചെന്നൈയുടെ തൊട്ട് ഔട്ടറായിട്ടുള്ളൊരു സ്റ്റേഷനാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തിന് തൊട്ട് മുന്നേ ആയിട്ട് തിരുവനന്തപുരം നോർത്ത് അങ്ങനെയൊക്കെ പറയില്ലേ, എറണാകുളം സൗത്ത്, എറണാകുളം നോർത്ത് അങ്ങനെയൊക്കെ പറയുന്നത് പോലെ അടുത്തടുത്തുള്ള സ്റ്റേഷനുകളാണ്. എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ നിന്നിട്ട് ഞാൻ ബസ്സിൽ അങ്ങോട്ടേക്ക് പോകാനാണ് വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 7 കിലോമീറ്ററേ ഉള്ളൂ പെരമ്പൂരേക്കുള്ള ദൂരം. അവിടെ ലോക്കോമോട്ടീവ് ഷെഡും പിന്നെ കോച്ച് ഫാക്ടറി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് പെരമ്പൂർ പോകാം. പെരമ്പൂർ ഇന്ന് ട്രെയിൻ എത്താൻ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. 7:50 എത്തുമെന്നാണ് നേരത്തെ കാണിച്ചതെങ്കിലും ഇപ്പോഴും കാണിക്കുന്നത് 9:30 ആവുന്ന, രാത്രി 9:30 ആവും. ഏകദേശം 1.5 മണിക്കൂർ ലേറ്റാണ്. ഇത് എറണാകുളത്ത് നിന്ന് വരുന്ന വണ്ടിയാണ് കേട്ടോ. ട്രെയിൻ നമ്പർ 18190 അങ്ങനെയാണ് ട്രെയിൻ നമ്പർ. എന്തായാലും നമുക്ക് പെരമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമിട്ട് പോവാം. ഈ കാണുന്നതാണ് ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ചുമപ്പും വെള്ളയും പെയിൻറ്റിങ്, അതേപോലത്തെ ചുമപ്പും വെള്ളയും പെയിൻറ്റിംഗ് ആണ് ഇവിടെയും. എപ്പോഴെങ്കിലും നിങ്ങൾ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ വരുവാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നിലായിട്ട് കണ്ടില്ലേ വെജിറ്റേറിയൻ ഹോട്ടലും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ആയിട്ടൊരു ലോഡ്ജ് എല്ലാം കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും വരുന്ന അനന്തപുരി എക്സ്പ്രസ്, പിന്നെ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, അതെല്ലാം ഈ ഒരു സ്റ്റേഷനിലേക്കാണ് വരുന്നത്. ആ ഒരു ട്രെയിനിൽ വന്നിട്ട് ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാഴ്ചകൾ. കണ്ടില്ലേ, സ്ട്രീറ്റ് ഫുഡുകളെല്ലാം ധാരാളമുണ്ട്. ഇവിടെ കുറച്ചധികം പാഴ്സൽ പോകുന്ന കടയാണ് കേട്ടോ. കുറേ പാഴ്സലുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ദോശയെല്ലാം ചുട്ടുകൊണ്ടിരിക്കുവാണ്. പാഴ്സൽ ധാരാളமாக പോകുമോ? പാഴ്സൽ ധാരാളമായിട്ട് പോകുമെന്നാണ് പറഞ്ഞത്. സെന്തിൽകുമാർ. ഓക്കെ, സെന്തിൽകുമാർ എന്നാണ് അണ്ണനോടെ പേര്. ഞാൻ പറഞ്ഞില്ലേ സ്ട്രീറ്റ് ഫുഡുകൾ ഒരുപാടുണ്ടെന്ന്. ഇവിടെ എല്ലാമായിട്ട് നോക്കേ, നല്ല അടിപൊളി ബീഫെല്ലാം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ബീഫ് തിളച്ചുകൊണ്ടിരിക്കുവാണ്. നല്ല മണം. ഇത് എത്ര? 60 റുപ്പീസ്, 60 രൂപയാണ് ബീഫ് റോസ്റ്റ്. കൊള്ളാം. അങ്ങനെ അതുപോലത്തെ സ്ട്രീറ്റ് ഫുഡുകൾ ഇവിടെ ധാരാളമുണ്ട് കേട്ടോ. വേറെ പ്രധാനപ്പെട്ടൊരു കാര്യം, എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ കയറിയില്ലായിരുന്നു ആ ഒരു വീട്ടിൽ. അവർ പാഴ്സൽ ചെയ്ത് തന്നായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്നും ചോറും ചിക്കൻ കറിയും ബീഫ് കറിയും എല്ലാം പാഴ്സൽ ചെയ്ത് തന്നിരിക്കുവാണ്. എന്തായാലും നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് കഴിക്കാം. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ വെയിറ്റിംഗ് റൂമും ക്ലോക്ക് റൂമും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതിന് ചാർജ്, അതിൻ്റെ താരിഫെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെയാണ് ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനും. വലിയൊരു ഹാളിനകത്തേക്കാണ് വന്ന് ട്രെയിൻ നിൽക്കുന്നത്. പിന്നെ സെൻട്രലിൽ പോലെ ട്രാക്ക് തീരുവല്ല, റെയിൽവേ സ്റ്റേഷൻ സൈഡിലാണ് വരുന്നത്. നമ്മുടെ സാധാരണ റെയിൽവേ സ്റ്റേഷനെല്ലാം റെയിൽവേ സ്റ്റേഷനകത്തേക്ക് കയറുമ്പോൾ ട്രെയിനിൻ്റെ സൈഡിലേക്കാണല്ലോ നമ്മൾ കാണുന്നത്, സൈഡ് വ്യൂ അല്ലേ കാണുന്നത്. ഇവിടെ അതേപോലെ തന്നെയാണ്. പക്ഷേ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് നിൽക്കുവാണ്, ട്രെയിൻ വന്ന് തീരുവാണ്, അവിടെ ട്രാക്ക് തീരുവാണ്. ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ. ഈ ഒരു എഗ്മോർ സ്റ്റേഷനും കാണാനൊരു പ്രത്യേക ഫീലാണ്. നല്ല പഴയ സ്റ്റേഷനാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഷന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു, അതാണ് ഞാൻ അങ്ങ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്നിട്ടും പെരമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ 29A എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. ആ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ പെരമ്പൂർ പോകാൻ സാധിക്കും. എന്തായാലും 29A ബസ് വരട്ടെ, നമുക്ക് അതിൽ കയറി പെരമ്പൂർ പോവാം. എവിടെയായിട്ട് നോക്കിയാൽ പഴത്തിൻ്റെ ഒരു സെക്ഷൻ, പലതരം പഴങ്ങൾ. ഈ കാണുന്ന പഴം കർപ്പൂരവല്ലി എന്നാണ് പറയുന്നത്.
പിന്നെ നമ്മുടെ ചൊവ്വാഴപ്പഴമുണ്ട്. പിന്നെ ദാ ഈ കാണുന്നത് ബാംഗ്ലൂർ റോബസ്റ്റയാണ്. നമ്മൾ ബാംഗ്ലൂരെല്ലാം പോകുമ്പോൾ ഒരുപാട് കാണും. യെസ്, അങ്ങനെ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ പേരാമ്പൂർ പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് വന്നിരിക്കുവാണ് 29A. എന്തായാലും നമുക്ക് ബസ്സിലേക്ക് കയറാം. അങ്ങനെ ഞാൻ പേരാമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഞാൻ വന്ന ബസ്സാണിത്. നല്ല തിരക്കായിരുന്നു കേട്ടോ ബസ്സിൽ. ഈ കാണുന്നതാണ് പെരമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഇതാ കണ്ടില്ലേ ലോക്കൽ ട്രെയിൻ പോകുന്നത്. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ധാരാളം ലോക്കൽ ട്രെയിനുകൾ ഈ പെരമ്പൂരിലേക്കുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വന്നില്ല, ഞാൻ ബസ്സിൽ വന്നതേ ഉള്ളൂ. ഞാൻ വന്ന് ബസ് ഇറങ്ങിയത് റെയിൽവേ സ്റ്റേഷന് നേരെ ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് കേട്ടോ. നമുക്ക് പോകേണ്ടത്, അതായത് വെയിറ്റിംഗ് ഹാളെല്ലാം ഉള്ളത് നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകണം. ഇവിടെയായിട്ട് കുറേ കിണ്ണങ്ങളിൽ കരണ്ടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് സംഗതി? പുഴുങ്ങിയ മുട്ട ഇട്ടിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാ കണ്ടില്ലേ പുഴുങ്ങിയ മുട്ടയെല്ലാം വെച്ചിരിക്കുന്നത്. സൂപ്പ് താനാ, മട്ടൺ സൂപ്പ്. ഓ, മട്ടൺ സൂപ്പ് 30 രൂപ. അങ്ങനെ പല പല റേറ്റുകൾ എഴുതിയിട്ടുണ്ട്. മുട്ടൈ സൂപ്പ് 40 രൂപ. മട്ടൺ സൂപ്പിനെക്കാട്ടി വില മുട്ട സൂപ്പിനല്ലേ. ഓ, ഇത് എങ്ങനെയാണ് സംഗതി എന്ന് വെച്ചാലേ, സാധാരണ ഈ എല്ലും സൂപ്പും എല്ലാം കൂടെ ചേർത്താണ് 30 രൂപ. അതിൻ്റെ കൂടെ ഒരു പുഴുങ്ങിയ മുട്ടയും കൂടെ വയ്ക്കുമ്പോൾ 40 രൂപ. അപ്പോഴങ്ങനെയാണ് പരിപാടി. അങ്ങനെ ഞാൻ പേരാമ്പൂർ റെയിൽവേ സ്റ്റേഷനകത്തേക്ക് വന്നപ്പോൾ ഇതെവിടെയായിട്ട് കണ്ടില്ലേ, വാട്ടർ റീഫിൽ ചെയ്യുന്നതാണ്. 1 ലിറ്റർ വെള്ളം റീഫിൽ ചെയ്യുന്നതിന് 5 രൂപയാണ് ചാർജ്. എന്തായാലും എൻ്റെ കയ്യിൽ ബോട്ടിലുണ്ട്, ഇത് നമുക്ക് റീഫിൽ ചെയ്യാം. അങ്ങനെ ഞാൻ ബ്രിഡ്ജ് കയറി പേരാമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വേറൊരു ഭാഗത്തേക്ക് വന്നു. ഇതെവിടെയായിട്ട് നോക്കി ഒരു പ്രത്യേകതരം കായ. എന്നമ്മ ഇത്, എന്താ കായമ്മ ഇത്? நரபலி பழம். നരബലി പഴം. இங்க மெட்ராஸ்ல கூப்பிடுறது வந்து மூக்குசளி பழம். ഓ, മൂക്കുസലി. ஆனா சுத்த தூய்மையான பேர் வந்து நரபலி பழம். ஓ, நரபலி. നരബലി. ഇത് എதுக்கு சாப்பிட்றதுக்கா இல்ல? இதயத்துக்கு நல்லது, எலும்புக்கு நல்லது, லிவருக்கு நல்லது. ഓ, അങ്ങനെ ബ്ലഡ് ആയിക്കണം. പ്യുവർ ബ്ലഡ് ആവുമെന്നാണ് പറയുന്നത് ഇത് കഴിച്ചാൽ. ഇത് എത്രയാണ് വില? ഇത് 20 rupees sir. 20 റുപ്പീസ്, 20 രൂപയുള്ളൂ വില. Cheap and best. 20 rupees. കൊള്ളാം അല്ലേ. നേരെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നപ്പോഴേ നല്ല തിരക്കുണ്ട് കേട്ടോ. റോഡെല്ലാം ബ്ലോക്ക് ആയിരിക്കുവാണ്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ചായ കുടിച്ചിട്ട് വരാം. ഇത് എവിടെയായിട്ട് എൻ്റെ ഫേവറേറ്റ് സമൂസ ഇരിക്കുന്നു. ഇവിടെ ഒരു കടയിൽ ഞാൻ കണ്ടു. എന്തായാലും പോയി കഴിച്ചിട്ട് ഒരു ചായയും കുടിക്കാം. സമൂസ 15 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില. എന്തായാലും നമുക്ക് 2 സമൂസ വാങ്ങി കഴിക്കാം. ഇതാ നോക്കേ, നല്ല പച്ച ചട്നിയും ചുമന്ന സോസൊക്കെ ആയിട്ട് തന്നിരിക്കുവാണ്. കൊള്ളാം കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് എരിയോ മസാലയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ആയിട്ടെല്ലാം മെട്രോയുടെ വർക്ക് നടക്കുവാണ് കേട്ടോ. ഉടനെ തന്നെ ഇവിടെ മെട്രോ വരും. മെട്രോ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കെല്ലാം വരാൻ ഈസിയാണ്. തമിഴ്നാടിൻ്റെ പുതിയ സിറ്റി ബസ്സാണിത്. വേറെ ലെവലായല്ലേ. എന്നാലും പഴയ നമ്മുടെ തമിഴ്നാടിൻ്റെ ബസ്സുണ്ടല്ലോ, അതൊരു വൈബായിരുന്നു. എന്നാലും ഇതൊരു ഡെവലപ്മെൻ്റ് ആണ്, ഇത് നല്ല കാര്യമാണ്. ഇത് എവിടെയായിട്ടിരിക്കുന്ന ചീര നോക്കേ, ഒരു വലിയൊരു കരിമ്പിൻ്റെ അത്രയുണ്ടല്ലേ, വലിയൊരു ആൽമരത്തിൻ്റെ അത്രയുണ്ട്. കൊള്ളാം അല്ലേ. ഇതെവിടെയായിട്ട് നോക്കേ, ഒരു ഉന്തുവണ്ടിയിൽ ഈ കാണുന്നത് കാരപ്പൊരി എല്ലാമാണ്. കാരപ്പൊരി എന്ന് വെച്ചാൽ ഗില്ലി സിനിമയിൽ തൃഷ കഴിക്കണമെന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, ഗില്ലി സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആ സംഗതിയാണ് ഈ സംഗതി, കാരപ്പൊരി. അങ്ങനെ പേരാമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ച് പുറത്തേക്ക് വരുമ്പോഴേ എവിടെയായിട്ട് കണ്ടില്ലേ, റിലയൻസ് ഫുട്വെയർ ഒക്കെ ഉണ്ട്, റിലയൻസ് ഡിജിറ്റലും ഉണ്ട്. അവിടെ നിന്നും കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോഴേ എവിടെയായിട്ട് ശ്രീ ശരവണ ഭവൻ പ്യുവർ വെജ് അങ്ങനത്തെ റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട്. ഇത് അങ്ങോട്ടായിട്ടൊരു ചെറിയൊരു അമ്പലം എല്ലാം കാണുന്നുണ്ട്, കണ്ടില്ലേ. സാധാരണ അമ്പലങ്ങളെല്ലാം ഉള്ളിടത്ത് വെജിറ്റേറിയൻ ഹോട്ടലെല്ലാം കാണാൻ സാധ്യതയുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് ദൈവത്തിൻ്റെ ഫോട്ടോസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്ന കടയൊക്കെയാണ്. അങ്ങനെ നടക്കാനാണെങ്കിൽ തോനെ ഉണ്ട് കേട്ടോ. അപ്പോഴെന്തായാലും ഞാൻ വിചാരിക്കുന്നത് 7:45 സാധാരണഗതിയിൽ ആ ട്രെയിൻ ഇവിടെ എത്തേണ്ടത്. ടാറ്റ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ അത് 7:45 എത്തേണ്ട വണ്ടി 1.5 മണിക്കൂർ ലേറ്റാണ്. ഏകദേശം 9:30 ആകുമ്പോഴേ ട്രെയിൻ എത്തത്തോളം എന്നാണ് മെസ്സേജ് വന്നത്. അപ്പോഴെന്തായാലും ഞാൻ വിചാരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ പോയി, റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് റൂം ഉണ്ട് കേട്ടോ. പെയ്ഡ് വെയിറ്റിംഗ് റൂമൊന്നും കണ്ടില്ല. ഉള്ള വെയിറ്റിംഗ് റൂമിൽ നമുക്ക് പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ നിൽക്കാം. എന്നിട്ട് ട്രെയിൻ വരട്ടെ, ട്രെയിനിൽ കയറി നമുക്ക്, ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് നമ്മൾ എപ്പോഴും പറയുന്ന പേരല്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് മറന്നു പോവും. എന്തോ ഒരു സ്ഥലം,
ആന്ധ്രാപ്രദേശിലേക്കാണ് പോകുന്നത്. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി വന്നപ്പോഴും ഒരു പ്രത്യേകതരം കായയെല്ലാം വെച്ചിട്ടിരിക്കുന്ന ഒരു ചേട്ടനെ കണ്ടില്ലായിരുന്നോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇത് വാങ്ങാത്തതെന്ന്. നിങ്ങളാണെങ്കിൽ വാങ്ങുമോ? നിങ്ങൾ ഇതേപോലെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ പരിചയമില്ലാത്ത ഏതെങ്കിലും സംഗതികൾ കാണുമ്പോൾ അത് കാണാനൊരു കൗതുകമായിരിക്കും, പക്ഷേ നിങ്ങളത് വാങ്ങി കഴിക്കുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഞാനും അങ്ങനെ വാങ്ങി കഴിക്കത്തൊന്നുമില്ല. പക്ഷേ നിങ്ങളെ അതൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു, അങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. അതാണ് വീഡിയോയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ചില ആൾക്കാർ കമൻറ്റ് ചെയ്യും, നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നതല്ലേ ഉള്ളൂ, വില ചോദിക്കുന്നതല്ലേ ഉള്ളൂ, അതൊന്നും വാങ്ങി കഴിക്കുന്നില്ലല്ലോ എന്ന് ചില ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇതാണ് കേട്ടോ. നിങ്ങൾ വേറൊന്നും വേണ്ട, നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങളാണെങ്കിൽ വാങ്ങി കഴിക്കുമോ ഒരു യാത്ര പോകുമ്പോൾ ഇതേപോലെ പരിചയമില്ലാത്ത സംഗതികൾ? അത്രയും ചിന്തിച്ചാൽ മതി. അപ്പോഴെന്തായാലും ഞാനിനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇവിടെ ആയിട്ട് കണ്ടില്ലേ, പഴത്തിൻ്റെ എല്ലാം കച്ചവടമാണ്. എന്തായാലും നമുക്ക് പഴം വാങ്ങാം. 20 രൂപയ്ക്ക് ഞാൻ കർപ്പൂരവല്ലി വാങ്ങുവാണ്. കർപ്പൂരവല്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ പാളയംതോടം പഴത്തിൻ്റെ വേറൊരു സംഗതിയാണ് കേട്ടോ. ഈ കാണുന്നതാണ് കർപ്പൂരവല്ലി. അങ്ങനെ ഇപ്പോൾ സമയം 10:15. 7:45 വരേണ്ട ട്രെയിനാണ്. ലേറ്റ് ആയിരുന്നു. 10:15 ആയപ്പോഴാണ് ട്രെയിൻ വന്നത്. എന്തായാലും നമുക്ക് ട്രെയിനിലേക്ക് കയറാം. അങ്ങനെ ഞാൻ ട്രെയിനകത്തേക്ക് കയറിയിരിക്കുവാണ്. എന്തായാലും അവർ കഷ്ടപ്പെട്ട് പൊതിഞ്ഞ് തന്നുവിട്ട ചിക്കൻ കറിയും ഊണും നമുക്ക് കഴിക്കാം. ഓംലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇറച്ചിക്കറികളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? സമയം കഴിയുന്തോറും ടേസ്റ്റ് കൂടി വരും. അങ്ങനെ എന്തായാലും നമുക്ക് ചോറും കൂട്ടി കുഴച്ചടിക്കാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോഴെന്തായാലും ഞാനിത് കഴിക്കട്ടെ. കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങാം. എന്തായാലും ഊണ് പൊതിഞ്ഞു തന്ന ആ ഒരു ഫാമിലിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി നമുക്ക് നാളെ കാണാം.